ബി.ജെ.പിയുമായി ഡീൽ നടത്താത്ത ഒരാളും കോൺഗ്രസ് നേതൃത്വത്തിലില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. ബി.ജെ.പിയുമായി ഡീൽ നടത്താത്ത ഒരാളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി ബി.ജെ.പിയുമായി ഡീൽ നടത്തുകയാണ് കോൺഗ്രസിന്റെ രീതിയെന്നും സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ പറയുന്ന സൂക്തങ്ങൾക്ക് ഒരു വിലയുമില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലെന്നും വർഗീയതയുമായി സ്ഥിരം സന്ധി ചെയ്ത പ്രതിഭാസമാണ് കേരളത്തിലെ UDFനെന്നും അതാണ് അവരുടെ വ്യക്തിത്വമെന്നും ഹിന്ദുത്വ ശക്തിയുമായി സന്ധി ചെയ്യുന്നുവെന്നും മുസ്ലിം വർഗീയതയുമായുള്ള സ്ഥിരം സഖ്യം അനേക ദശാബ്ദക്കാലമായി നിലനിൽക്കുന്നുവെന്നും അതുവഴി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും വർഗീയതയ്ക്ക് കീഴ്പ്പെടാതെ UDFന് മുന്നോട്ടു പോകാനാവില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ താൽപര്യം കൂടി പരിഗണിച്ചാണ് UDF രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വർഗീയ വിപുലീകരണത്തിന്റെ സ്വാധീനം കാണാമെന്നും മതമാണ് പ്രശ്നമെന്ന് പറയുന്നവർക്ക് സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുന്നുവെന്നും ഒരിടത്തും മാത്രമല്ല സൂക്ഷ്മമായി പരിശോധിച്ചാൽ പലയിടത്തും ഇത് കാണാമെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. വർഗീയതയുമായി സ്ഥിരസന്ധി ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് കേരളത്തിലെ UDF, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ കേരളത്തിൻ്റെ ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനും ഗുണപരമായൊരു പങ്ക് അവർ വഹിച്ചിട്ടില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനത്തിൽ, കാർഷിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ, ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ മുന്നേറ്റത്തിലൊക്കെ തന്നെ നെഗറ്റീവ് റോളാണ്. കേരളത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് റോളാണ് ഇവരുടേത്. അപ്പോൾ അത് വളർച്ചയ്ക്കല്ല, തളർച്ചയ്ക്കാണ്. ആ UDF പരിശ്രമങ്ങളാണ് എല്ലാ കാലത്തും വരെ നടത്തി പോകുന്നുള്ളത്. അപ്പോൾ സ്ഥിരമായി വർഗീയതയുമായി സന്ധി എന്താണ് UDFൻ്റെ വ്യക്തിത്വം. അത് ഹിന്ദുത്വ വർഗീയതയുമായിട്ട് ഒരു സന്ധി ചെയ്യാറുണ്ട്. മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്ഥിര സഖ്യം അവർ അനേക ദശാബ്ദങ്ങളായിട്ട് നിലനിർത്തുകയാണ്. അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷം അത്തരം നിലപാടുകളില്ലാതെ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഇക്കാര്യത്തിലെല്ലാം സ്വീകരിച്ചതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കേരളീയ സമൂഹത്തിൽ ഇവർക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീവ്രവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് BJPയും സ്വീകരിക്കുന്നത്. രാഷ്ട്രീയത്തെ മതവൽക്കരിച്ച് നേട്ടമുണ്ടാക്കാനാവുമോ എന്നാണ് ഇരുകൂട്ടരും കാണുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അദ്ദേഹം വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. പേയ്മെന്റ് എന്നും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വരാൻ പോകുന്നത് കൊടും ചൂടാണ്, നോമ്പാണ്. ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കീം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പേയ്മെന്റിൽ നിന്ന് 10,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഒരു 14,000 രൂപയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1400 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ഇനി ഒരു 30,000 രൂപയുടെ AC ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 3000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 25,000 രൂപയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടതെങ്കിൽ 2500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 10,000 രൂപയുടെ ഈ TV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 15,000 രൂപയുടെ ഇൻവെർട്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ലൈഫ് ടൈം വാറന്റിയുള്ള ചിമ്മിണിയും ഹോമും 10 മാസത്തെ സ്കീമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000 രൂപയുടെ നല്ല വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ BLDC ഫാനുകൾ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഇതൊരു സുവർണാവസരമാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. Baymand, making it easy. Valanjeri. Phone 9526 001 003.